സഹനങ്ങളെ ദുരിതങ്ങളെ എന്നെ ഞാനാക്കിയ തകർച്ചകളെ. ഈ പാട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സൃഷ്ടിയും ഇതിൻ്റെ ഈ പാട്ട് മധുബാലകൃഷ്ണൻ പാടാനുണ്ടായ സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻ്റെ പാട്ടുകൾ പലതും ഞാൻ രചന നിർവഹിച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിൽ ഓരോ ആശയങ്ങൾ പല സമയത്തായിരിക്കും ഇത് വരുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ യാത്ര ചെയ്യുന്ന സമയത്തോ മിക്കവാറും പള്ളിയിൽ പോകുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് നിൽക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെറിയ ചിന്തകൾ നമ്മളിലേക്ക് ഗാനങ്ങളായിട്ട് വരിക. അത് പിന്നീട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ പർപ്പസ്ഫുള്ളി ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എഴുതി വെക്കുന്ന പാട്ടുകളാണ്. ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ ജീവിത സാക്ഷ്യമാണ്. എനിക്ക് എന്ത് സാക്ഷ്യം കൊടുക്കാനുണ്ടാവുന്നു ആ ജീവിത സാക്ഷ്യമാണ്. എൻ്റെ പ്രാർത്ഥന മിക്ക പാട്ടുകളും തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ പ്രാർത്ഥനകളും അല്ലെ എൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ്. ഇത് ശ്രേഷ്ഠം എന്ന ഒരു ആൽബത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ പാട്ടിന് സംഗീതം നൽകിയത് ശ്രീ ബേബി ജോൺ കലയന്താനിയാണ്. ഒത്തിരി മനോഹരമായ ഗാനങ്ങൾ അതിലുള്ളതാണ്. എന്തുകൊണ്ടോ എൻ്റെ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ, കാരണം അത് പലവിധ കാര്യങ്ങളുണ്ട്. ഇത് മാർക്കറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ CD ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞേച്ച് ഇത് വന്ന ഈ പാട്ട് വരുന്ന സമയത്തൊക്കെ എപ്പോഴത്തേക്കും യൂട്യൂബിലേക്ക് ആൾക്കാരൊക്കെ മാറി. അങ്ങനെയുള്ള ഒരു സമയത്ത് അത് അധികമായി അങ്ങനെ ആൾക്കാരിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അതിലെ പാട്ടുകളൊക്കെ തന്നെ. അപ്പൊ അതിൻ്റെ ഒരു ജീവിതത്തിന്റെ അനുഭവം ആണ്. അത് പാടിയ ഞാനത് പാടിക്കുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മധുബാലകൃഷ്ണനാണ് പാടിയത്. മധുചേട്ടൻ പാടിയപ്പം പുള്ളിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. പുള്ളി അത് പറയുകയും ചെയ്തു, നല്ല പാട്ടുകൾ ഇതേപോലുള്ള പാട്ടുകൾ വേണം എന്ന് പറയുകയും ചെയ്തു. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു പാട്ടാണ്. എൻ്റെ ചെറിയ ജീവിത സാക്ഷ്യം തന്നെയാണ് ആ പാട്ട്.